കിച്ചുവിൻ്റെ വിഷയത്തിന് ശേഷം തുറന്നു പറച്ചതിന് ശേഷം എപ്പോഴെങ്കിലും കിച്ചു നിങ്ങളെ വിളിക്കുകയോ അല്ലെങ്കിൽ രേണു വിളിക്കുകയോ ചെയ്തോ? എൻ്റെ വീട്ടിൽ നിന്ന് വിളിച്ചായിരുന്നു ആ ഒരു വീഡിയോ ഇറങ്ങിയതിന് ശേഷം. പക്ഷേ എടുത്തിട്ടില്ല. ഞാൻ വിളിച്ചിട്ടില്ല. ഞാൻ വിളിച്ചിട്ടില്ല. എന്നെ വിളിച്ചില്ല, ഞാൻ വിളിച്ചിട്ടില്ല. നമ്മളെല്ലാം ശല്യം ചെയ്യുന്നതെന്ന് ഓർത്തിട്ട്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ തുറന്നു പറഞ്ഞപ്പോൾ രേണുവിന് തോന്നിയില്ലേ ഇത് എന്തുകൊണ്ടാണ് നീ ഇങ്ങനെ പറഞ്ഞതെന്ന് വിളിച്ച് ചോദിക്കാനായിട്ട് എന്തുകൊണ്ടാണ് തോന്നുന്നത്? തോന്നിയില്ല. കാരണം മനഃപൂർവ്വം അത് ഒരു എന്താ പറയുക, ആരും മാനിപ്പുലേറ്റ് ചെയ്തതല്ലെന്ന് കിച്ചു തന്നെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ എന്ത് ചോദിക്കാനാണെങ്കിൽ ഒന്നും ചോദിക്കാനില്ല. കാരണം 2 ദിവസം മുന്നേ വിളിച്ചു, വീഡിയോ കോളും ചെയ്ത് സംസാരിച്ചിരുന്ന ആളാണ്. ഞാൻ ദുബായിൽ പോയപ്പോൾ അവിടെയുള്ള സ്റ്റാഫുകളും കണ്ടതാണ് കിച്ചു എന്നോട് സംസാരിക്കുന്നത്. പിന്നെ 2 ദിവസം കഴിഞ്ഞപ്പോൾ ഇങ്ങനൊരു സംഭവം ഞാൻ ഞെട്ടിപ്പോയി. ഇനി എന്ത് ചോദിക്കാനാണ്? മാനിപ്പുലേറ്റിംഗ് അല്ലെന്നും പറഞ്ഞു. എനിക്കൊന്നും ചോദിക്കാനില്ല. കിച്ചുവിന്റെ പിന്നിൽ ആരെങ്കിലും ഉണ്ടെന്ന് രേണുവിന് തോന്നുന്നുണ്ടോ? എനിക്ക് തോന്നുന്നത് ഫേസ്ബുക്കിലൊരു ഫോട്ടോ കണ്ടായിരുന്നു. നിങ്ങൾക്കൊക്കെ അറിയാം ഏത് ബ്ലോഗറാണ്. അപ്പം തന്നെ എനിക്ക് കാര്യങ്ങൾ മനസ്സിലായിരുന്നു. പക്ഷെ മാനിപ്പുലേറ്റിംഗ് അല്ലെന്ന് അവർ തന്നെ പറയുന്നു, കിച്ചു തന്നെ പറയുന്നു.